ഹലോ ഗൈസ്, ആഷീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആച്ചുക്കുട്ടൻ്റെ ഡെയിലി വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവൻ്റെ ഈ ചാനൽ കാണുന്നവർ അവനെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ കാറ് കഴുകൽ പരിപാടിയാണ്. അപ്പോൾ പപ്പയെ ഞാനൊന്ന് പോയി ഹെൽപ്പ് ചെയ്തിട്ട് വരാം അമ്മേ എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഓടി റോഡിൻ്റെ അരികിലേക്ക് വന്നതാണ്. അപ്പോൾ അവനെ യൂഷ്വലി അങ്ങനെ റോഡിലേക്കൊന്നും വിടാറില്ല, കാരണം ഒത്തിരി വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളത്തിൽ കളിക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ പപ്പയെ ഹെൽപ്പ് ചെയ്യാമെന്നൊരു പേരും, അങ്ങനെ പപ്പയെ ഹെൽപ്പ് ചെയ്യുന്നൊന്നും കാണുന്നില്ല, വെള്ളത്തിൽ കളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാഡിയും മമ്മിയും കൂടി വന്നേക്കുവാണ് ഇവൻ എന്ത് ചെയ്യുവാന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ കളികളുടെ ഒടുവിൽ കുറച്ച് അധികം നനഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോയി കുളിച്ചിട്ട് വരാടാ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശുക്കുട്ടൻ. അപ്പോൾ ഇന്ന് ആശുക്കുട്ടൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കുളിച്ചതിന് ശേഷമുള്ള കലാപരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഡാൻസ് അവന് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കോംബ് ചെയ്ത് അങ്ങനെ സുന്ദരക്കുട്ടപ്പനാക്കുകയാണ്. അപ്പോൾ അവന് കുളി കഴിഞ്ഞാൽ ഒരു നിർബന്ധം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇടണം അമ്മയെന്ന് പറയും. കാരണം ഞാനും ചേട്ടായൊക്കെ എപ്പോഴും പറയും വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടണം, അല്ലെങ്കിൽ സ്കിൻ ഡാർക്കാകും എന്നൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് അമ്മ ഞാനും വെയിലത്ത് പോവുമല്ലേ, ഞാനും ഡാർക്ക് ആകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുവാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം പറയും അപ്പോൾ എനിക്ക് പൗഡർ ഇടണം, എനിക്ക് ബേബി സ്മെല്ല് വേണം. അങ്ങനെ പിന്നെ പൗഡറും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പനായതിന് ശേഷം ഇനി അടുത്തത് ഞാൻ എന്നാൽ താഴെ പോയി കുറച്ച് നേരം കളിക്കട്ടെ അമ്മയെന്നും പറഞ്ഞിട്ട് താഴേക്ക് ഓടുവാണ്. അതിനിടയിൽ അവന് എനിക്ക് വിശക്കുന്നുണ്ട് അമ്മേ, അങ്ങനെ നൂറ് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കളിക്കുക, അപ്പോൾ ഞാൻ എന്തെങ്കിലും നിനക്ക് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പിന്നെ അവൻ്റെ കളികളിൽ ഏർപ്പെട്ടു. അവന് കൂടുതൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള കളികളാണ്. ബോൾ കളിക്കലാണെങ്കിലും പിന്നെ സൈക്കിൾ ഓട്ടലാണെങ്കിലും എല്ലാം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനോ ചേട്ടായിയോ ഡാഡിയോ മമ്മിയോ ആരെങ്കിലുമൊക്കെ അവന് പാർട്ട്നേഴ്സായിട്ടോ കളിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ഓരോരുത്തരുടെ സമയം അനുസരിച്ച് അങ്ങ് ചെല്ലും. അപ്പോൾ അവനങ്ങനെ അത്ര ബോറടിക്കാറില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ ചേച്ചിമാരെ കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവന് വിശക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഞാൻ നിനക്കൊരു ബുൾസൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുൾസൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ പിന്നെ ബുൾസൈ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചിടുവാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന പോലത്തെ സെമി ബോയിൽഡ് ആയിട്ടുള്ള ബുൾസൈ അവന് ഇഷ്ടമല്ല. അവന് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് കുറച്ച് മൊരിവൊക്കെ ആയിട്ടുള്ള ബുൾസൈയാണ് ഇഷ്ടം. നമ്മുടെ ഭാഷയിൽ അതിനെ ബുൾസൈ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അവൻ അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇടണം. അപ്പോൾ അങ്ങനെ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ ബുൾസൈ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ കൊടുത്തിട്ട് വേഗം റെഡിയായിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോകാമെന്നൊരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബുൾസൈയൊക്കെ മറിച്ചിട്ട് ഒന്ന് അവൻ്റെ പാകത്തിന് മൊരിച്ച് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ അങ്ങനെ അവന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ റെഡിയായി പോകണം, കാരണം ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവിടെ എത്താം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിന്നെ നല്ല ചൂട് ബുൾസൈ ചൂടൊക്കെ ഒന്ന് ഊതി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവന് വേഗം കൊടുക്കുകയാണ്. അപ്പോൾ വേഗം കഴിച്ച് നമുക്ക് വേഗം പോകാമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ അവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ റെഡിയാവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയാവാനുള്ള തിരക്കിലാണ്. അങ്ങനെ ആച്ചുക്കുട്ടൻ റെഡിയായി. ആച്ചുക്കുട്ടൻ്റെ ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ആച്ചുക്കുട്ടൻ റെഡിയായി പുറത്ത് നിൽക്കുവാണ്, പോകാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഡാഡി, മമ്മി, ചേട്ടായി, ഞാൻ, കൊച്ചു എല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകാൻ റെഡിയായി ഇറങ്ങി. അപ്പോൾ നമുക്കിനി പോകുന്ന വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരും വെയിറ്റിംഗ് ആണ്, ആച്ചുക്കുട്ടനും കട്ട വെയിറ്റിംഗ് ആണ് അവരെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇനി പോകുന്ന വഴികളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ പതുക്കെ സ്പീഡിൽ പോവുകയാണ്. ഇവിടെ നിന്നൊരു 1/2 hour ഡിസ്റ്റൻസേ ഉള്ളൂ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ ആച്ചുക്കുട്ടൻ അതിനിടയിൽ ഓരോരോ ചോദ്യങ്ങളാണ് വണ്ടിയിൽ ഇരുന്നിട്ട്. അമ്മയും നമ്മൾ അവിടെ ചെന്നിട്ട് എപ്പോഴാണ് തിരിച്ചു പോരുന്നത്, ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെ അവിടെ പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ കളിക്കാൻ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി കളിക്കാം. അപ്പോൾ വീട്ടിലെ സ്ഥലത്തിൻ്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ അവൻ അവിടെ പോകുന്നത് വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എപ്പോഴും പോകാറില്ല, വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫ്ലാറ്റ് എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്.
അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ വിസിറ്റേഴ്സ് പാർക്കിങ്ങിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് എത്തി. അപ്പോൾ ചേച്ചി ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഓൾറെഡി ഒരു 1:00 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ പിള്ളേർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ ആച്ചിക്കുട്ടൻ ആദ്യമേ തന്നെ അവരെ പോയി കണ്ടു. അപ്പോൾ അവർ ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ ഉടനെ തന്നെ ഞങ്ങളും അതിൻ്റെ പുറകെ തന്നെ വേഗം ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവർക്ക് ഇനി കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളും വേഗം തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഇവരെല്ലാവരും കൂടി കളിക്കുന്ന കാര്യത്തിലേക്ക് ഭയങ്കരമായിട്ട് സജീവമായി. അങ്ങനെ കളികൾ ആരംഭിച്ചു. അവിടുത്തെ പാർക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. അപ്പോൾ ആച്ചിക്കുട്ടൻ ഇവിടെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഓടിച്ചിട്ട് കളിക്കലും ഹൈഡ് ആൻഡ് സീക്കും അങ്ങനെ പല പല കളികളാണ്. അപ്പോൾ അങ്ങനെ ആച്ചിക്കുട്ടൻ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ആച്ചിക്കുട്ടൻ്റെ സ്കേറ്റിംഗ് ഷൂസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് അവിടെ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഓടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. ആച്ചിക്കുട്ടൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്കേറ്റ് ചെയ്യും. അപ്പോൾ അവനെ ഞാൻ അതിൻ്റെ ഒരു കോച്ചിങ്ങിന് ഓൾറെഡി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അങ്ങനെ അധികം പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ആ ഒരു ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ കുറേ നേരം അവൻ സ്കേറ്റിംഗ് ഒക്കെ ഓടിച്ചു. അപ്പോൾ അവന് മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇനി സ്കേറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഞാനപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കിടക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് കുറേ നാളായല്ലോ എന്നോർത്ത് ഞാനും ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി അവർ പിന്നെയും നല്ല തകർത്ത് കളിക്കുവാണ്. അവർക്ക് കളിക്കുന്ന ആ ഒരു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആച്ചുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ആനു എന്ന് പറയുന്നത്. അപ്പോൾ ആനുവിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവർ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഡാഡിയും മമ്മിയൊക്കെ പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായിയൊക്കെ ഊഞ്ഞാലാടി ഒന്ന് ആടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആടി. അങ്ങനെ ഏകദേശം ഒരു 6:30 ഒക്കെ ആയി ടൈം. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് പിന്നെ ഫ്ലാറ്റിലേക്ക് തന്നെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടുത്തത് പിന്നെ ലുഡോ ഗെയിം കളിക്കാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളും ചെറിയ ചെറിയ വഴക്കിടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 7:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോരാൻ റെഡി ആയിക്കുവാണ്. അപ്പോൾ ആച്ചിക്കുട്ടനൊരു വിഷമം ചേച്ചിമാരെയൊക്കെ പിരിഞ്ഞ് പോരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ആച്ചിക്കുട്ടൻ്റെ വിഷമമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും. അങ്ങനെ കുറച്ച് നേരം ഞാൻ എന്താ നോക്കുന്നതെന്നൊക്കെ നോക്കി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതിനിടയിൽ എന്താ അമ്മയെ ഫുഡ് വരാത്തതെന്ന് ചോദ്യം വേറെയും. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡിനായി വെയിറ്റിംഗ് ആണ്. പിന്നെ അങ്ങനെ വെയിറ്റിങ്ങിനൊടുവിൽ ഫുഡ് വന്നു. ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. എല്ലാവർക്കും റൈസ് കഴിക്കാനായിരുന്നു താല്പര്യം. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ആച്ചിക്കുട്ടിന് ഫ്രൈഡ് റൈസ്, ആച്ചിക്കുട്ടിന് 3 ടൈമും ഫ്രൈഡ് റൈസ് കൊടുത്താൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.